ഇവിടെ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ ഇത്? എന്തൊക്കെയാ എന്താ പറ, എനിക്കറിയില്ല. എനിക്ക് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞോളാം, ഇവരുടെ ഈ ഒരു സക്സസ് എനിക്ക് പേഴ്സണലി ഒരു ഹാപ്പിനെസ് തരുന്നുണ്ട്. ഏകദേശം നമ്മുടെ ഇടയിലുള്ള ഒരു ആൾക്കാർ, ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ജയിച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത്. മേ ബി അത് അവരുടെ ആ ഒരു കണ്ടന്റ് സ്ട്രാറ്റജി അങ്ങനെയായിരുന്നു. അതായത് ഭയങ്കരമായിട്ട് റിലേറ്റബിൾ ആയ ഒരു കണ്ടന്റ് ചെയ്തിട്ട് നമ്മളെങ്ങനെയാണോ നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിൽ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ അത് കണ്ടന്റ് ആക്കിയിട്ട് അതിൻ്റെ ആ ഒരു ഫൺ മോഡ് കാണിച്ചു തന്നിട്ട്, അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാനും എൻ്റെ കൂട്ടുകാരന്മാർ ജയിച്ച പോലെ അങ്ങനെ ഒരു ഫീൽ എനിക്ക് തോന്നുന്നു. ഞാൻ ഇതേ കാര്യം എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചു നോക്കി, എടാ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? അപ്പോൾ അവന്മാരും പറഞ്ഞ് അതേടാ എനിക്കും ഒരു പേഴ്സണലി ഒരു ഹാപ്പിനെസ് തോന്നുന്നുണ്ട് ഇവരുടെ ഒരു വിജയത്തിന്. അങ്ങനെ തോന്നുന്നു. നിങ്ങൾക്കും അതുപോലെ തോന്നുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എനിക്കൊരു വല്ലാത്തൊരു ഹാപ്പിനെസ് ഉണ്ട് ഇവർ ഈ ഒരു ഇത്രയും സക്സസ് എല്ലാവർക്കും ഒരു റെക്കഗ്നേഷൻ കിട്ടി എന്ന് കേൾക്കുമ്പോൾ. പിന്നെ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർ ഈ ഒരു ഹാഷിറും ഗാങ്ങിനെയും കുറിച്ചും അതുപോലെ വാഴ ടീമിനെ കുറിച്ചിട്ടും കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ പറയുന്നത്. അതായത് ഇവർക്കൊരു ലക്കിന് കയറിയതാണ് ഈ ഒരു പടം അവർക്ക് കിട്ടിയതും, അതുപോലെ ഇവർക്ക് അത്ര ടാലൻ്റ് ഒന്നും ഇല്ലെന്നുണ്ട്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. ഹാഷിർ തുടക്കം തൊട്ട് വീഡിയോസ് ഇടുന്ന സമയത്ത് തന്നെ ഹാഷിറിൻ്റെ വീഡിയോസിലെ ഒരു പെർപ്പിൾ കവ് എഫക്റ്റ് ഹാഷിർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. സോ വെൽക്കം ബാക്ക് ടു ചാനൽ ഫാൻ ബോയ് സംഭവം. സോ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദ വീഡിയോ. ഞാൻ നിങ്ങളുടെ പുതിയ PT സാർ പ്രസാദ്. പ്രസാദോ? പ്രസാദോ അല്ല, പ്രസാദ്, കടുവ പ്രസാദ്. ഹാഷിർ, അലൻ, വിനായക്, അജിൻ, ഈ 4 പേർക്കും ഒരു ഫിലിം ബാഗ്